അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിശാച് ഈ ഭൗതിക ലോകത്ത് വന്നുകൊണ്ട് മനുഷ്യനെ വസ്വാസം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ആക്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഉസ്വാസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യന്റെ കൊണ്ട് അക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് പിശാച്. മനസ്സിൽ ദുർബോധനം ചെയ്ത് ഉസ്വാസോ ദുർബോധനോ അവനെ പ്രേരിപ്പിച്ചിട്ടോ അവൻ പിന്നെ അക്രമിയായി മാറുന്നുണ്ട്. അത് പിന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു പിശാചിന്റെ അക്രമമായിട്ട് പറയാം, പൈശാചിക അക്രമമായിട്ട് കാണാം. അതിനാണല്ലോ നമ്മൾ ഓരോ തെറ്റായ കാര്യത്തിന് പൈശാചികം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ അവർ വന്നുകൊണ്ട് മേത്ത് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ അടിച്ച് വീഴ്ത്തേ, പിന്നെ ഒരാളെ പിന്നെ കയറ്റിക്ക് തള്ളിയിട്, അല്ലെങ്കിൽ ഈ വണ്ടീൻ്റെ മുന്നിൽ തള്ളിയിട്, അങ്ങനെയൊന്നും ഇപ്പം നമ്മൾ ഈ ദൃശ്യലോകത്ത് കാണുന്നില്ലല്ലോ. അപ്പം അതങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരാളെ മുന്നിൽ ഒരാളെ പിന്നെ എൻ്റെ മനസ്സിൽ പിശാചി ഒന്ന് തോന്നിപ്പിച്ചിട്ട് എൻ്റെ എത്തിക്കുന്ന ഒരാളെ കയറ്റിക്ക് തള്ളിയിടാം, അങ്ങനെ തള്ളിയിടും. അങ്ങനെയൊക്കെ ഞാനത് വിശ്വസിക്കുന്നത്. അത് ദുർബോധനം ചെയ്യാനും വിശ്വാസം ഉണ്ടാക്കാനും മാത്രമേ കഴിയുള്ളൂ. ഞാൻ നിങ്ങളെ വോയിസുകൾ എപ്പോഴും സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോരുമ്പോഴാണ് കേൾക്കൽ. രാത്രി ഒരു 10 മണി 10:30 ആവുമല്ലോ, അപ്പോൾ അത് കേൾക്കാൻ നിൽക്കലില്ല എന്നെ. അപ്പോൾ പിന്നെ രാവിലെയാണ് കേൾക്കൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ കേട്ടപ്പോഴേ നമ്മൾ നിഷ്പക്ഷമായി നിന്ന് കേൾക്കാമല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് പല സംശയങ്ങളും വരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതാണ്. ഓക്കെ, സാരി. കാരണം ഞാനത് വ്യക്തമാകാൻ വേണ്ടി ചോദിച്ചാണ്. നമ്മളങ്ങനെ തർക്കിക്കല്ലോ, പഠിക്കുകയാണല്ലോ. ഞാനും തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനും വലിയ ഷെയ്ഖോ ആലിമൊന്നുമല്ല. നമ്മളൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പഠനങ്ങളും അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടുള്ള ആളപ്പോൾ ഞാൻ മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് പിന്നെ ഭൗതികം ആണ് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങൾ വ്യക്തമാക്കുമ്പോൾ തോന്നുന്നുണ്ട്. സത്യമാണ്. അതുമായി ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ മനുഷ്യരായ നമുക്കിടയിലേക്ക് ഒരു ഭൗതിക സൃഷ്ടിയെ പോലെ അവനെ ആനയിച്ചു കൊണ്ടുവന്നു എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോലെ കുടുംബമായി കൂട്ടമായി ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ജിന്നുകൾ, പിശാചുക്കൾ. അതിന് സംശയമില്ലല്ലോ, അതിന് നമുക്ക് വ്യത്യാസമില്ലല്ലോ, സത്യമാണ്. പക്ഷെ അവർ നമ്മളെ പിന്നെ നഫ്സിലും അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇടപഴകുന്നു എന്നും ഖുർആൻ കൊണ്ടും സ്വീകാരികമായ ഹദീസുകൾ കൊണ്ടും വ്യക്തമായതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തിനാ? അതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ പ്രാർത്ഥന എന്താ? അള്ളാഹു ജന്നബിൻ ഷെയ്ത്താനോ ജന്നബിൻ ഷെയ്ത്താനോ അസത്തലാണ്. അതേപോലെ തന്നെ നിങ്ങൾ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികമാത്തിലായി താമാതി ശരിമാ ഹലക്ക് എന്ന് 3 തവണ പറയണമെന്ന് പറഞ്ഞിടത്തും ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവർ ഇടപഴകുന്നു എന്നുള്ളതും ഇങ്ങോട്ടേക്ക് അവർക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതും പ്രമാണം പറഞ്ഞ കാര്യമാണ്. നമ്മൾ നിഷേധിക്കാനും പാടില്ല. പക്ഷേ അവർ മനുഷ്യരെ തൊട്ടദൃശ്യ അബോധികവുമാണ്, അവർ ആലമുൽ ഗൈബിലുമാണ്. പക്ഷെ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ആ ഇടപഴകുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒരു ദലീലുമില്ല. വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രം വിശ്വസിക്കുക, അതാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ അത് അതിര് കടന്നു ഗവേഷണം നടത്തി പിടുത്തം വിട്ടു. എന്നിട്ട് ഈ കൂക്കണത് ഇളകണതും വീണതും പറയണതും ഒക്കെ ശൈത്താനാണെന്ന് ഊഹിച്ചു. ഊഹം മാത്രമാണ് ഹസൻ സാഹിബ്, ഊഹം മാത്രമാണ്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും ഒറിജിനൽ അല്ല, റിയലി അല്ല. ഊഹം മാത്രമാണ്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം ഡീലായി പറയാൻ പറ്റില്ല, ഒരു കാര്യം നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് കണ്ണറും സീറും പോലെയുള്ള പിന്നെ സംഗതികൾ നമ്മളിൽ ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന സമയം. എന്താ വിചാരിക്കപ്പെടുക? ഇപ്പം നിങ്ങൾ ചോദിച്ച മാതിരി തന്നെ ഡോക്ടറെ കാണിച്ചു മറ്റേ കാണിച്ചിട്ടൊന്നും മാറുന്നില്ല. പിന്നെ മാത്രമല്ല നല്ല നിലക്ക് നല്ല പിന്നെ ബുദ്ധിയോട് കൂടി നല്ല പിന്നെ വേഗത്തോടു കൂടിയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് തുണിയിച്ചിടുക, പിന്നെ അതേമാതിരി തൊള്ളി തോന്നിയപ്പോൾ അറിയാം. അതേപോലെ തന്നെ കുളിക്കാതിരിക്കുക, നടക്കാതിരിക്കുക, ജീവിതം പിന്നെ മുന്നോട്ടുണ്ടായിരിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു അസ്വാഭാവികത, ഒരു സംതിങ് റോങ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും പൈശാചിക ക്ഷണം എന്തെങ്കിലും ബാധിച്ചോ എന്ന് തോന്നിയാൽ തന്നെ നമുക്ക് ആകെ എന്തേ ഉള്ളൂ, ഡോക്ടറെ കാണിക്കുന്ന പോലെ ചികിത്സക്കാരൻ്റെ അടുത്ത് ചികിത്സൻ്റെ അടുത്ത് പോകാനോ, എന്നിട്ട് കണ്ണാറാണോ സിഹറാണോ, ഇത് പിന്നെ കൂടിയതാണോ മറ്റോ വെച്ചതാണോ, ഇത് എത്ര കാലം, ഇതൊന്നും അറിയാനൊരു മാർഗ്ഗമില്ല. അങ്ങനെ പോകുന്നതും അവിടെ പോയി അത് ചെയ്താൽ അത് വിശ്വസിച്ച ഷിർക്കാകുമെന്ന് വരെ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ അതിലൊക്കെ എതിർത്തത്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? അതിനൊരു ഭൗതിക മെറ്റീരിയൽസ് പോലെ കണ്ടു, നമ്മളെപ്പോലെയുള്ള സൃഷ്ടികളെ പോലെ നമ്മളെപ്പോലെ ഇടപഴകുന്ന പോലെ കണ്ടു. എന്നിട്ട് നമ്മൾ ഇത് തിരിച്ചറിയാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ രൂപത്തിൽ പറഞ്ഞു. അത് വലിയ അബദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരുത്തിയത്. അപ്പം എൻ്റെ വിസ്റ്റം ജീവിത കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് അതൊരു ഭൗതിക സൃഷ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒരിക്കലുമല്ല. എനിക്കത് വിശ്വാസമല്ല. ആദ്യം ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ അൽഹംദുലില്ലാഹ് ഇതൊക്കെ മൊത്തമായി ആ ഖുറാഫാത്തുകളൊക്കെ ഒഴിവാക്കി കേരള ജംഇയ്യത്തുൽ ഉലമാ വിഷയത്തിൽ പഠിപ്പിച്ച കൃത്യമായ നിലപാടിലേക്ക് ഞാൻ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ വിഷയത്തിലുള്ള സംശയം തീർന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും.